വല്ലാത്ത മഴ. വീടുണ്ടാ? വീടൊക്കെ ഉണ്ട്, പക്ഷെ തരൂല. നിങ്ങളെ നാളെ കൊടുക്കൂ. തീയന്നെ. കടാലി ചാടിച്ചിട്ട് മുണ്ടാണ്ടിരിക്കുക. ഓന്റെ പിശുക്ക് ഇതോടെ തീരും. ചോദിക്കേ നത്തിന്റെ എന്താ ഇരിക്കണണ്ടല്ലേ പിശിക്കൻ വേലായി. എന്താണ്ടാ പറഞ്ഞ്? ഓൻ പോയിന് വേലാഴ്ചനെ തെറ്റാരൻ ആടിഞ്ഞ തൊള്ള വിളിക്കുന്ന നായി. ഓന്റെ കോണം താങ്ങി ഇറന്നടാ പന്നി. പോയി തല ചങ്ങലക്കിട്. മനുഷ്യത്തുള്ളവരാരും ഇല്ലടാ ഈ തുറയില്. മുമ്പിൽ പിടുങ്ങുള്ള ആളുണ്ടേ വാടാ. ഇല്ല അല്ലേ? എന്നാ ഓനെ തപ്പിപ്പിടിച്ചോണ്ട് വരാനെ കൊണ്ട് ഈ മൂത്തമറക്കാൻ കഴിയും കേട്ടാ. വേണ്ട മൂത്താരെ അവിടെത്തന്നെ പോയുള്ളൂ. ഉരുണ്ട് പൊട്ടണം. അന്റെ വീട്ടുകാരെ വഴിയാക്കാരാക്കണ ഇങ്ങനെ പറയാൻ തോന്നിയില്ല നിങ്ങൾക്ക്? നിക്ക് മൂത്താരെ, എന്തെങ്ങാട്ട് ഒഴുകി വരുന്നുണ്ട്. അതാ നോക്ക്, വരലുണ്ട്. കെട്ടഴിച്ചാളി അഴിക്കണ പന്നീന്റെ മോൻ മഞ്ചിന്റെ മരങ്ങടിച്ച് പൊളിച്ച്. മോനെ നീയാണ്ടാ ആണ് വേലാഴ്ച കണ്ടാളി കായടിക്കേ. അത് വേണ്ട, പറഞ്ഞത് മതി. ആൺകുട്ടിയാടാ അവൻ, ആൺകുട്ടി. തന്നെ താൻ പിടിച്ചാളി നാശം. അതിന്റെ ഇറുക്കാൻകാലെ പിടിച്ചാ ഇറുക്കൂല. എന്ത് കത്രിക്കാല് ഇറുക്കാൻകാലാണത്രേ. കടാലി പോയിട്ട് വിശക്കുമ്പോ എന്താ തിന്നാ? മീൻ പിടിച്ച് പച്ചക്കം കൂടെ തിന്നു. കടാലി പോയാ അടുപ്പും തീയും കലമൊന്നും ഉണ്ടാവൂല, അതറിയൂല. നിനക്ക് ഞണ്ണ തിന്നാനാ? പിന്നെന്തിനാണ് പിടിച്ചായി? വെറുതെ. ഇനി വേണമെങ്കിൽ ഞാൻ പിടിച്ചു തന്നെ വേണം. കുറയ്ക്കാൻ നിൽക്കട്ടെ, പൊക്കോ ഇവിടുന്ന് കാശ വിട്ട്. ശരി, അപ്പൊ ഞാൻ എന്റെ മഞ്ചെടുത്ത് പോണേ. അതിനിത്തിരി പൊളിക്കും കിട്ടുന്നേ. കായ ഇങ്ങോട്ട് തന്നാളി, എന്നിട്ട് മഞ്ചെടുത്ത് പൊക്കോളെ. അതിനല്ലടോ എന്നെ ഞാൻ വിളിച്ചത്.
കായ് തരാൻ കായ് തരാന് നിക്ക ആർത്തിക്കൊണ്ടാതെ ഇന്ന് എന്റെ 7550 ഉൽപ്പ്യ എന്റെ 50 പൈസ ഇതുകൊണ്ട് ഈ നേരെയാവും. കായ് ഇങ്ങോട്ട് മാനം മര്യാദ വെച്ചൂടെ കാശ വിട്ടേ. മാനമര്യാദക്കല്ലാണ്ട് പിറന്നപടി ഇന്ന് കാണിക്കാൻ കായ് എന്നത് മാണെങ്കിൽ എടുത്താൽ എല്ലാം കൂടി തന്നാടാ. എടാ വേലായേ, ഇന്റെ മഞ്ചെനിക്ക് തരൂല എന്ന് പറഞ്ഞ തരൂല, ഞാനത് വിറ്റ് ഈ തുറയിൽ ഒരു ആൺകുട്ടിയാണ്ട് അത് മേടിച്ച് മൂത്ത പറിക്കാഞ്ഞി. ഇത് ചതിയാ വേലായിച്ച, കൊലച്ചതി. ഇതെന്റെ തന്റെ ചെമ്പൻകുഞ്ഞു മരക്കാനെ കുറ്റം പറഞ്ഞോര് വള്ളം കൈ വരുമ്പോഴത്തേന് ലോകവും ഭൂമിയും മറന്നല്ല. ഇനി വലക്കള്ളി നിറയെ പോയതാല് കടാലും കടപ്പുറവും മറക്കല്ലേ. നമ്മക്ക് വള്ളം വാങ്ങാൻ പറ്റുമെന്ന് വിചാരിച്ചതാണാ. നമ്മ നില മറക്കല കേട്ടാ. പിന്നെ കപ്പടാമീശയും ചോരക്കണ്ണും തണ്ടുവലിച്ച് മരത്തയമ്പുള്ള ഒരുത്തനെ ഏതേലും തുറയെന്ന് നമ്മ നിനക്കൊണ്ട് തരണം. അയ്യേ, ഇതെന്തിനാ എനിക്കതിന്? തന്നെ അങ്ങാട്ട് കെട്ടിച്ചു കൊടുക്കാൻ അല്ലാണ്ട് എന്തിനാണ്? നല്ല തന്തൂഷം. മൂത്താര് മഞ്ചി വാങ്ങിയനാണല്ലേ തന്തൂഷം. ആർക്ക്? പിന്നെ ഇക്കും അറിഞ്ഞ ഞാനും മഞ്ചി വാങ്ങാൻ പോണ്. ഒറ്റയ്ക്കാണ്? വേലായിച്ച ആ പിഷ്കം വേലായിന്നേന്ന് മൂത്താരോട് മത്സരിച്ചിട്ടാ മഞ്ചി വാങ്ങാൻ പോണേ. അപ്പൊ ഏത് മഞ്ചിയിലാ പോണേ? ആര്? ഞാനാ. വേലായിച്ചന്റെ എന്റെ ഇച്ചാച്ചന്റെ കൂട്ടത്തിൽ കൂട്ടാത്തോടെ കാര്യല്ലേ, എനിക്ക് കേക്കണ്ടെങ്കില. മൂത്താര് നാളെ മഞ്ചി ഇറക്കാൻ പോണ്. പെരുത്ത കോളുണ്ടാവുന്ന നോക്കി പറഞ്ഞേ. അതിന് എനക്കെന്താട്ടാ? ഓനല്ലേ പരികർമ്മി. ദാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മൂത്താരായാലും ഏത് വരുത്തനായാലും മഞ്ചി മുതലാളി ചമഞ്ഞ് ഇവിടെ വിലസാൻ നമ്മൾ സമ്മതിക്കില്ല ഏട്ടാ. കരിമ്പൻ അപ്പറഞ്ഞത് നേരാ, അങ്ങനെ ആരും വിലസണ്ട. ഒരു നല്ലോരാണ്. ഒക്കെ പിഴയായിരുന്നു. ആരും കൂട്ടത്തിൽ കൂട്ടാണ്ട് തുറന്നു പോന്നല്ലേന്ന്. ആ പെണ്ണില്ലേ, ആ ചീത, അവള് പറഞ്ഞതിന് ശേഷം ഒക്കെ മുടിഞ്ഞ് കരിവിത്ത്. ഇനി ഇവിടെ ആരെയൊക്കെ കൊല്ലാൻ പോണെന്ന് കണ്ടറിഞ്ഞാളി. അത് നേരാണല്ല. പലിശക്കൊറ്റന ഒരുത്തനുണ്ടല്ല നമ്മുടെ കൂടെ, ഓരൊരു വഞ്ചി വാങ്ങിയെന്ന് നിങ്ങൾ ആ മൂത്താരെ കുണ്ടി ഒന്ന് ചൊറിഞ്ഞു കൊടുത്തോളി. ആശൂഷ അന്റെ തന്ത കണ്ടാ ഞാൻ വാങ്ങി 2 മഞ്ചി കാശ് തന്നെ. അങ്ങോട്ട് നോക്കിയേ, ഒഴുകി 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 വന്നേണ്ട. എന്റെ മോൻ രാമൂട്ടിയെ എഴുത്തെഴുതി വരുത്തിച്ച് ഞാൻ ഒരു വെലസൂടാ. അപ്പൊ എന്നെ മഞ്ചിച്ച് ഓനും വലിയ മഞ്ചു മുതലാളിയായി. ആരാണ്ടാ നായ കരിവിത്ത്? പറയടാ, പറയൂടാ. ഓരെ പറയോന്ന്. ഞാൻ കടാലിൽ പോയപ്പോ മഞ്ചിയെടുത്ത് തന്നെ തെരഞ്ഞു വരാൻ ഓരേ ഉണ്ടായുള്ളൂ. ഓരെ ചീത്ത ആണോടാ? അല്ല, എന്നെ തല്ലല്ലേ ചങ്ങ, തല്ലല്ലേ. ഓര് ചീത്തല്ലടാ പന്നി, ഇജ്ജെന്ത് ചെയ്യും? മോനെ.